രാഷ്ട്രീയപരമായിട്ട് തെറ്റാണ്. രാഷ്ട്രീയത്തിനെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം വെള്ളം കുടിക്കണം, അതിന് നമ്മൾ ന്യായീകരിക്കുകയും ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിപ്രഭാവമുള്ള ആളുകളെ കുറിച്ച് ആരോപണങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. ഒരു കേസ് വരുമ്പം അത് ഏതെങ്കിലും ഒരു കേസ് തീരുമ്പോൾ വീണ്ടും പല കേസുകൾ വന്നുകൊണ്ട് ഇതാണ് സംഭവിക്കുന്നത്. ആ പരാതി പെണ്ണുങ്ങൾ കാണിച്ചിട്ടല്ലേ പരാതി ഉണ്ടാവുന്നത്. പെണ്ണുങ്ങൾ വന്ന് പരാതി കാണിച്ചിട്ടും പോരാ, പിന്നെ ആണുങ്ങളെ പേര് തോന്നിക്കുന്നു. ഈ സ്ത്രീകൾ അയാളുമായിട്ട് സഹകരിച്ചിട്ടല്ലേ പിന്നെ അയാൾ ഇടപെടുന്നത്. പോയി കേസാണ് ഈ MLA. നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ യുവതികൾ പരാതികളുമായി രംഗത്തെത്തുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടായിരിക്കുമോ? ശരിക്കും പാലക്കാടിന് തെറ്റുപറ്റിയോ? ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോകുന്ന ആരോപണങ്ങളൊക്കെ വാർത്തയിലൂടെ കേട്ടല്ലോ. അപ്പോൾ അതിന് തൊട്ട് മുൻപ് വരെ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള വോട്ട് ചോർത്തി തൃശ്ശൂരിന് പറ്റിയ തെറ്റാണ് സുരേഷ് ഗോപി എന്നൊരു ആരോപണമായിരുന്നു. അങ്ങനെ ഇപ്പം തൃശ്ശൂരിന് പറ്റിയ തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ, അതോ പാലക്കാടിനാണോ തെറ്റുപറ്റിയിരിക്കുന്നത്? പാലക്കാടിന് തെറ്റുപറ്റിയൊന്നും ഇല്ലാടോ, ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ സുരേഷ് ഗോപിയാണ് അവിടെ വോട്ട് ചേർത്ത് തന്ന് അവരെ അംഗീകരിക്കണം. ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷന് അതിലെ റെക്കോർഡോട് ആരോപണം. പിന്നെ ഇതല്ല ഇതിനേക്കാൾ എത്രയോ ആരോപണങ്ങൾ പലവരുടെ പേരിലും വന്ന് അവരൊന്നും പ്രശ്നമില്ല. പണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരിൽ വന്നില്ലേ, എന്തെങ്കിലും ഉണ്ടായിരുന്നു. അതിന് കൂടുതലും ഇത് കൊണ്ടുവരുന്നത് മാധ്യമങ്ങളാണ്. എന്നിട്ട് അത് പിന്നെ അത് തെറ്റുപറ്റിയെന്ന് മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. എല്ലാ മാധ്യമമല്ല, ചില മാധ്യമങ്ങൾ അത് ഇത്രയും പൊക്കി കൊണ്ടുവന്ന് അതിന് ആടിനെ പട്ടിയാക്കും, പട്ടി ഇതാക്കും. ഇതെല്ലാം ഉപ്പ് തിന്നാവും വെള്ളം കുടിക്കണം, അതിന് നമ്മൾ ന്യായീകരിക്കുകയും ചെയ്യുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്? അത് മുഖ്യ ഉള്ളതും ശരിയായിരിക്കും, അത് തെറ്റായുള്ള ഇതുകളും ഉണ്ട്. പക്ഷെ അത് ചിലത് പക്ഷെ ആരും ഇതുവരെ ഒരു കേസോ ഒന്നും കൊടുത്തിട്ടില്ല. ഈ സ്ത്രീകളും ആരും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള അവരെ കൊടുക്കണം, അപ്പോഴല്ലേ അതിൻ്റെ ഒരുപാട് യുവതികൾ ഇപ്പൊ രംഗത്തെത്തുന്നുണ്ട്. അത് പറഞ്ഞിട്ട് പറഞ്ഞത് തന്നെ അവൻ ഒരു ഭാവിയുള്ള ഒരു പയ്യനായിരുന്നു. പക്ഷേ ഇത് ഞാനൊരു കോൺഗ്രസ്സുകാരൻ തന്നെ, പക്ഷെ ഒരു ഭാവിയുള്ള ഇതായിരുന്നു. അപ്പോൾ അതിൽ നിൽക്കുമ്പോൾ പൊതുപ്രവർത്തകർ ആരായിരുന്നാലും അതിലൊരു മാന്യത ഉണ്ട്. ആ രീതിക്ക് പോകണം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അതിൻ്റെ ഓരോ ഇതുണ്ട്. പിന്നെ പാലക്കാടിനെ പറ്റി ഒരു തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ, അത് അന്ന് ഇലക്ഷനൊന്നുമില്ലല്ലോ, അതുകൊണ്ടല്ലോ ജനങ്ങളെ കൊടുത്തത്. പിന്നെ അവിടെ മത്സരിക്കണമെന്ന് തോന്നില്ല, പാർട്ടി കൊടുക്കില്ല, അതാണ് അതിൻ്റെ രീതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങളെ പറ്റി എന്താണ് തോന്നുന്നത്? അത് സത്യമായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ, അതോ അദ്ദേഹത്തെ ആരെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കോ? എന്നാണ് പറയുന്നത്. മൊത്തം അഭിപ്രായം സത്യം എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് അതിനെ പറ്റി ഒന്നും അറിഞ്ഞില്ല. വാർത്ത കേട്ടിട്ട് എന്ത് തോന്നുന്നു? സത്യം എന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി MLA സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യനാണെന്ന് കരുതുന്നുണ്ടോ? അല്ല. അപ്പൊ പാലക്കാടിനെ പറ്റിയൊരു തെറ്റ് തന്നെയായിരിക്കുമോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ? പാലക്കാടിനെ പറ്റിയൊരു തെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെ തോന്നാനുള്ളൊരു കാര്യം വെള്ളം കുടിക്കട്ടല്ലേ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരുപാട് യുവതികൾ രംഗത്തെത്തുന്നുണ്ടല്ലോ ആംഗ്ലേ. അപ്പൊ ആ യുവതികളോടുത്ത പരാതി സത്യമായിരിക്കും, അതോ അദ്ദേഹത്തെ കൊടുക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നതായിരിക്കും? എന്തായിരുന്നു തോന്നുന്നത്? എന്തെങ്കിലും കാര്യമില്ല. ഇപ്പൊ ഞാൻ മോളോട് സംസാരിക്കുന്നു, എന്നെപ്പറ്റി എന്തെങ്കിലും ഇല്ലാതെ മോള് പറയൂ. ഇല്ല. രാഷ്ട്രീയപരമായിട്ട് തെറ്റാണ്. രാഷ്ട്രീയത്തിനെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എന്തോന്നാ ചേട്ടാ, മറ്റേ ഒരുപാട് യുവതികൾ രംഗത്തെത്തുമ്പോൾ അതിന് പിന്നെ സത്യം ഉണ്ടായിരിക്കും, അത് അദ്ദേഹത്തെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും? കുറച്ച് കൊടുക്കാനുള്ളതുമാണ്, കുറച്ച് സത്യം ഉണ്ടായിരിക്കും തോന്നുന്നു. അത് പറയാൻ പറ്റില്ല. എന്തോന്നു ചേട്ടാ, ഇപ്പം വന്നിരിക്കുന്ന പരാതിക്ക് പിന്നിലെ സത്യാവസ്ഥ എന്തായിരിക്കും? സത്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അല്ലാതെ ഒന്നിൽ കൂടുതൽ യുവതികൾ പരാതിയായിട്ട് പറയുമ്പോൾ അത് സത്യമായിരിക്കും, അതോ അദ്ദേഹത്തെ കൊടുക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നതായിരിക്കും? കുറിച്ച് അറിയില്ല, കൊടുക്കാനാണോ സത്യമാണോ എന്നറിയില്ല. ഇപ്പം സത്യം പുറത്ത് വന്നാലേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്തോന്നു വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ചേട്ടൻ എന്തോന്നു? അതെ, സത്യം കാണുമോ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയില്ലല്ലോ. അപ്പം ആരെങ്കിലും ഒരാളല്ലല്ലോ, പലരും ഒരുപാടല്ലേ പരാതി. ട്രാൻസ്ജെൻഡർ യുവതി അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. കുറിച്ച് നമുക്കറിയില്ല. ഞാൻ സാധാരണ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഈ പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ അത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിപ്രഭാവമുള്ള ആളുകളെ കുറിച്ച് ആരോപണങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപ്രാതിനിധ്യ സഭയിലുള്ള അംഗത്വം രാജിവെച്ച് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ്. അതാണ് ചെയ്യുന്നത്.
അത് ചെയ്യാത്തത് ഈ ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണ്. അത് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് അത്രേ പറയാവുള്ളൂ. രാഹുൽ മാങ്കൂട്ടം നമ്മളെന്തൊരു പറയും, തെറ്റ് ചെയ്ത് ആരും ശിക്ഷിക്കപ്പെടണം. എങ്കിൽ ഈ ഒരു കേസ് വന്നതല്ലേ ഉള്ളൂ. ഈ ഒരു കേസാണ് ആദ്യം വന്നത്. പിന്നെ അതിന് ശേഷമല്ലേ പലതും പറഞ്ഞു. അപ്പം നേരത്തെ വരണ്ടേ? ഒരു കേസ് വരുമ്പം അത് ഏതെങ്കിലും ഒരു കേസ് തീരുമ്പോൾ വീണ്ടും പറവറ കേസുകൾ വന്നുകൊണ്ട് ഇതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ തെറ്റ് ചെയ്താൽ പക്ഷേ ഒരു തെറ്റ് ചെയ്തോ അതെന്തായാലും വെളിപ്പെടുത്തണം. ഇത് ആരെങ്കിലും ഒരാൾ വെളിപ്പെടുത്താൻ പറയും എന്നെ അവർ ചെയ്ത് എന്നെ ഇവർ ചെയ്ത് എന്തിന്? ഇതൊക്കെയാണ് സംഭവിക്കുന്നത്, വേറെ ഒന്നുമല്ല. തെറ്റ് നമ്മൾ പറയില്ല, തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ആരും ഒരു തെറ്റ് പറയില്ല, ആര് തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടും. ഇതേ നമ്മൾ പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടം ശരി തന്നെ, ഇപ്പം പറയും ലേഡിയും ശരി തന്നെ, ആരാന്നാ ശരി തന്നെ. തെറ്റ് ആര് ചെയ്തു അവർ ശിക്ഷിക്കപ്പെടും. ഇതേ നമുക്കാണ് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇലക്ഷൻ തന്ത്രമാണ് ഇപ്പം. അടുത്ത ഇലക്ഷൻ പണ്ട് ശരിതയായിരുന്നു, ഇപ്പോൾ ശരിതയില്ല. ഇപ്പോൾ വേറെ ഏതെങ്കിലും രംഗങ്ങളൊക്കെ ഇനി പല കോലങ്ങൾ പല രീതിയിലും വരും. അത്രേ ഉള്ളൂ. അത്രയാണ് നമുക്ക് തോന്നുന്നത്, വേറെ തോന്നാനൊന്നുമില്ല. നമ്മളൊന്നും അങ്ങനെയൊന്നും ഉള്ളവരൊന്നും അല്ല. ഇവരൊക്കെ വേറെ കാര്യമുണ്ട്, രാഷ്ട്രീയ കളിയൊക്കെ ഒരുപാട് കളിക്കും. ഇതൊക്കെ നിങ്ങൾ വേറെ ആരെങ്കിലും ചോദിക്കും, നമ്മുടെ ഒന്നിൽ കൂടുതൽ യുവതികളെ പരാതികളായിട്ട് ആ പരാതി പെണ്ണുങ്ങൾ കാണിച്ചിട്ടല്ലേ പരാതി ഉണ്ടാവുന്നത്. പെണ്ണുങ്ങൾ വന്ന് പരാതി കാണിച്ചിട്ടും പോരാ, പിന്നെ ആണുങ്ങളെ പേര് തോളിക്കണം. നമ്മളെ കൂടെ വന്ന് ഇതുപോലൊക്കെ ഇപ്പം നിങ്ങൾ ഒന്ന് എൻ്റെ അടുത്തൊരു വാക്ക് കേൾക്കണം. ഞാൻ നിങ്ങൾ എന്തെങ്കിലും പറയണില്ല, ഇതാണ് പറയണത്. അപ്പം നിങ്ങൾ നാളെ എൻ്റെ അടുത്ത് വന്ന് ഇത് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അതാണ് ഈ ലോകം, നമുക്കൊന്നുമില്ല ഇനി പറയാം. അയാളെ കൂടെ പോയിട്ടല്ലേ അവരൊക്കെ. ഈ സ്ത്രീകൾ അയാളുമായിട്ട് സഹകരിച്ചിട്ടല്ലേ പിന്നെ അയാൾ ഇടപെടുന്നത്. അല്ല അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്താണ്? ഇപ്പം ഒരു സാധനം വച്ചുകൊണ്ട് വിളിച്ചാൽ മാത്രമേ കഴിക്കാൻ പോവുള്ളൂ, കേട്ടാ. അല്ലാതെ മറച്ചു വെച്ചിരുന്നാൽ അതിനെ പൊതി ഇളക്കി നോക്കൂല എന്തിനാണ് സാധനം ഇരിക്കുന്നത് കഴിക്കാനുള്ളത്. അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് ആദ്യം സ്ത്രീയുടെ പേർക്കാണ് നടപടി എടുക്കാനുള്ളത്. ഒരുപാട് യുവതികളെ വേറെ അത് പിന്നെ പറയും. അത് ഈ നേരത്തെ പറയാത്തത്, ഇയാളെ MLA ആയ സമയത്ത് പറയാത്തത്, ചുമ്മാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട്, കണ്ടോ. ഈ ഓരോരോ കളിയാണ്, സരിതയുടെ കളി തീർന്ന് ഇങ്ങനെ ഓരോരോ. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ നിന്ന് പോച്ച് കളയണം, ഇതാണ് ഇവരെ ലക്ഷ്യം. ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇളക്കി ഓരോരുത്തരെ പണവും കൊടുത്തു വിട്ടിരിക്കുകയാണ് അടിഞ്ഞാടാൻ വേണ്ടി. ഇതാണ് സംഭവം നടക്കുന്നത്. സത്യം അതാണ്. ഇനി അടുത്ത് BJP ഭരണത്തിൽ വരുള്ളൂ. അവിടെ മാങ്കൂട്ടം പോകും ചിലപ്പോഴാന്ന് വെച്ചാൽ ജനങ്ങളെതിരാണ്. BJP വരുള്ളൂ അവിടെ. BJP വരുമെന്ന് പറഞ്ഞാൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് BJP. അതുകൊണ്ട് BJP വരും. നമ്മുടെ കേരളത്തിന് എന്തായാലും നല്ലത് അവർ വരും. പിന്നെ എന്നും ഒരു കടയിൽ നിന്ന് ആഹാരം കഴിച്ചാൽ രുചി കിട്ടൂല, പല കടയിൽ നിന്നും കഴിക്കണം. അതുപോലെ പല പാർട്ടി വന്ന് ഭരിച്ചാലും ഇവിടെ ഭരണം നിലനിൽക്കുകയുള്ളൂ. അല്ല ഇവരെ കുടുംബസ്വത്തല്ലല്ലോ കേരളം എന്ന് പറയുന്നത്. കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം BJP വരണം. ഭരണം കിട്ടിയില്ലെങ്കിലും പ്രതിപക്ഷത്തിലെങ്കിലും അവർ വരണം. പിന്നെ എന്നും ഒരാളിരുന്ന് അവിടെ ഒരു കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമല്ല. പലരും മാറി മാറി വന്നാൽ ജനങ്ങളും കൂടെ തീരുമാനിക്കണം. ആ, ജനങ്ങളും കൂടെ തീരുമാനിച്ചാൽ മാത്രമേ. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? എവിടെ? കേരളത്തിലാ മാറ്റം? ഈ കോൺഗ്രസിനെ ചവിട്ടി താക്കിയാണ് എല്ലാവരും. ഇടതുപക്ഷമേ വരാൻ സാധ്യതയുള്ളെന്ന് തോന്നുന്നു. എന്നാലും BJP കുറച്ച് സീറ്റ് പിടിക്കും. ഈ മാങ്കൂട്ടത്തിൽ ഈ പാലക്കാടിനെ പറ്റിയൊരു തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ അങ്ങനെ തോന്നാനുള്ള കാര്യം? കോഴിയാണ്, കോഴി കേസാണ്. ഈ MLA ഇവിടുത്തെ MLA ഷാബി വർമ്മ നല്ല കാര്യമാണ്. ഈ MLA കോഴി കേസാണ്. എന്താ അങ്ങനെ തോന്നാനുള്ള കാര്യം? കുത്ത് കോൺഗ്രസ് ആയതുകൊണ്ട് ഇവന്മാർ പെമ്പിളാരെല്ലാം ഫോൺ നമ്പർ ഇപ്പം MLA ആയതുകൊണ്ട് കുറേ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. സത്യം തന്നെ, ഇത് സത്യം തന്നെ. TV ഞാൻ ഡെയിലി ഞാൻ കാണുന്നതന്നെ. BJP-കാരന്മാർ അവൻ്റെ കോഴിയുടെ പടം വെച്ച് അവൻ്റെ ഫോട്ടോ വെച്ച് ബാനർ വിരിച്ച് കത്തിച്ച് ശശി തരൂരിൻ്റെ ഓഫീസിലും VD സരീസിൻ്റെ ഓഫീസിലും. ഇതാണ് അടുത്ത സംഭവമാണ്. ഇവന്മാരെല്ലാം നോക്കിയ എല്ലാ തറ കേസുകളാണ്. ശശി തരൂർ തൊട്ട് ഇതെല്ലാം അങ്ങനെയാണ്. ശശി തരൂർ ഇപ്പോൾ BJP ചാടാൻ പോകണമെന്ന് ചോദിച്ചാൽ ഇവൻ്റെ കേസിനാണ് ഒരു പെണ്ണ് കേസ് കൊലയുന്നില്ലേ, ആ കേസ് ഇവിടെ നടക്കണം. അതാണ് ശശി തരൂർ BJP ചാടാൻ പോകുന്നത്. മോദിയെല്ലാം കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ MLA. ഇനി ഇവിടുത്തെ കോൺഗ്രസിൻ്റെ MP ആയാലും നോക്കണം. ഇനി അയാൾ വന്ന് കയറിയാൽ അയാളെ സ്വന്തം പൈസയിലാണ് ജയിപ്പിക്കുന്നത്.
രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ള ഒരു അഭിപ്രായമുണ്ടോ? അതുകൊണ്ട് അത് രാജിവെച്ചേ പറ്റുള്ളൂ. ഇത് നാറിപ്പോയ കേസല്ലേ ഇത്, എല്ലാ ചാനലിലും പത്രത്തിലെല്ലാം കാണുന്നതിന്. എന്തായാലും രാജിവെക്കണം. രാജിവെച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പാലക്കാടിൽ അങ്ങോട്ട് പോകാൻ പറ്റൂല, ജനങ്ങളെ കാണാൻ പറ്റൂല. ഇനി അടുത്ത 8 മാസം കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ ഇനി അങ്ങോട്ട് പോകാൻ ഒക്കില്ല. അതുകൊണ്ട് രാജിവെച്ചാൽ ജയിക്കില്ല, വോട്ട് മാറും. ചിലപ്പോൾ BJP വരും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് വരും. ഇത് ആരെങ്കിലും ഒരാൾ വരും.